കാർഷിക ആരോഗ്യ മേഖലകൾക്ക് മുൻഗണന നൽകി പിറവം നഗരസഭാ ബജറ്റ്. നഗരസഭാ വൈസ് ചെയർമാൻ കെ.പി. സലീമാണ് വരവും ചിലവും നീക്കി ബാക്കി 1,11,91,742 രൂപ മിച്ചം വെച്ചിട്ടുള്ള ബജറ്റ് അവതരിപ്പിച്ചത്. ചെയർപേഴ്സൺ ജിൻസി രാജുവിന്റെ അധ്യക്ഷതയിലായിരുന്നു ബജറ്റ് അവതരണം. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. നഗരസഭയിലെ ഉയർന്ന പ്രദേശമായ കൊമ്പനാമലയിൽ വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നതുൾപ്പെടെ കാർഷിക ആരോഗ്യ മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് പിറവം നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചത്. 43,30,30,432 രൂപ വരവും 42,38,690 രൂപ ചിലവും 1,11,91,742 രൂപ നീക്കിയിരിപ്പുമാണ് പ്രതീക്ഷിക്കുന്നത്. ചെയർപേഴ്സൺ ജിൻസി രാജുവിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ വൈസ് ചെയർമാൻ കെ.പി. സലീം 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 32,38,690 രൂപ ചെലവും 1,11,91,742 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നു. നികുതി ഇനത്തിൽ 2,81,05,000 രൂപയും നികുതി ഇതര വരുമാനത്തിൽ 1,72,843 രൂപയും പരമ്പരാഗത ചെലവുകൾക്കുള്ള ഗ്രാന്റ് ഇനത്തിൽ 1,87,39,000 രൂപയും ഉൾപ്പെടെ ആകെ തനത് ഫണ്ട് വരവ് ഇനത്തിൽ 6,40,66,843 രൂപയുടെ വരവ് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും കർഷകർക്ക് നെൽകൃഷിക്ക് സബ്സിഡി നൽകുന്നുണ്ട്. ഇതിന് 32 ലക്ഷം രൂപ വകയിരുത്തിയതുൾപ്പെടെ കാർഷിക മേഖലയ്ക്കായി 3.08 കോടിയുടെ പദ്ധതികളാണ്. ക്യാൻസർ, ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായം ഉൾപ്പെടെ അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നിവയ്ക്കായി ആരോഗ്യ മേഖലയ്ക്ക് 1.44 കോടി രൂപ നീക്കിവെച്ചു. കൊമ്പനാമലയിൽ വാട്ടർ ടാങ്കിന്റെ നിർമ്മാണത്തിന് 1.26 കോടി രൂപയാണ് അനുവദിച്ചത്. തനത് ഫണ്ടിനത്തിൽ വിവിധ നികുതികളിൽ നിന്നുമായി വരവ് 6,43,66,843 രൂപ പ്രതീക്ഷിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഫ്രണ്ട്സ് ടോയ്ലറ്റ്, ഫസ്റ്റ് ബെൽ പദ്ധതികൾക്കും കായിക മേഖലയ്ക്കുമായി 47 ലക്ഷം രൂപയുണ്ട്. യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജിൽസ് പെരിയപ്പുറം, ജൂബി പൗലോസ്, ഷൈനി എലിയാസ്, അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, വത്സല വർഗീസ്, കൗൺസിലർമാരായ ആർ പ്രശാന്ത്, റീമ സന്തോഷ്, ഷെബി ബിജു, സിനി ജോയ്, രാജു പാണാലിക്കൽ, ബബിത ശ്രീജി, രമ വിജയൻ, ഗിരീഷ് കുമാർ, ബാബു പാറയിൽ, ജോജിമോൻ ചാരുപ്ലാവിൽ, ഏലിയാമ്മ ഫിലിപ്പ്, ഡോക്ടർ അജേഷ് മനോഹർ, തോമസ് മല്ലിപ്പുറം, മോളി വലിയകട്ടയിൽ, അന്നമ്മ ഡോമി, പ്രശാന്ത് മമ്പുറത്ത്, അഡ്വക്കേറ്റ് ജൂലി സാബു, എസ് വൈശാഖി, മോളി ബെന്നി, ഡോക്ടർ സഞ്ജയ് പ്രതീഷ്, സെക്രട്ടറി വി പ്രകാശ് കുമാർ എന്നിവർ സംസാരിച്ചു. കാർഷിക മേഖലയിൽ അടിസ്ഥാനമായി നിലകൊള്ളുന്നതിനാൽ കൃഷിക്ക് ഊന്നൽ നൽകുന്നതിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. വരും നാളുകളിൽ പിറവത്തിന് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിക്കുന്നതിനും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ട്. അതിനായി കുടുംബശ്രീ സംവിധാനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വരണം. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.